അപ്പോൾ നമുക്ക് പുറത്തിറങ്ങി നോക്കാം. എന്തായാലും നല്ല വെയിലുള്ള ദിവസമൊക്കെയാണ്. വലിയ തണുപ്പില്ല കേട്ടോ. കുറേ നാളായി ഞാൻ ഇവിടെയൊക്കെ വന്നിട്ട് ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്തായി സ്ഥിതിന്ന്. തണുപ്പ് മഴയാണ് മെയിൻ കാരണം, തണുപ്പല്ല. മഴയൊക്കെ ആയിട്ട് ആകെ കൂടെ ഇതായിരുന്നു. സ്ട്രോബെറിയൊക്കെ ഒരുവിധമൊക്കെ ഉണങ്ങി ചീത്തയായി പോയി. എല്ലാ ചെടികളും ചീത്തയായി പോയി. അപ്പോൾ ഇതൊക്കെ കളയണം എന്ന്. പച്ചമുളകാണത്. അതിൻ്റെ സ്ഥിതി ഒരു ഇതായി. ബ്ലാക്ക് കറൻറ്റ് ഇതേ പുതിയ ഇത് വരാനായിട്ട്, ഇലകൾ വരാനായിട്ടുള്ള ചെറിയ ഇതൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. ഇനിയിപ്പോൾ അധികം നാളില്ലല്ലോ, ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കണേ. ചൂടാവാനായിട്ട്, സ്പ്രിങ് വരാനായിട്ട്. ഇതിൽ ഞാനൊരു റോസ്മേരിയുടെ ചെടിയും ഒരു തൈമും വെച്ചിട്ടുണ്ടായിരുന്നു. തൈമ് കരിഞ്ഞു പോയിട്ടാ, ചീത്തയായി പോയി. റോസ്മേരി അങ്ങനെ നിൽക്കുന്നുണ്ട്. വലിയ ആരോഗ്യമൊന്നുമില്ല. എത്ര നാൾ നിൽക്കുമോ ആവാം. എന്തായാലും നോക്കാം. ഇവിടെ ദേ ഒരു റോസ് പൂവ് വിട്ട് കൊടുക്കാൻ പാവില്ല. ഇത്രയും തണുപ്പത്തും ഇത് കഷ്ടപ്പെട്ട് ഇങ്ങനെ വിരിയാനായിട്ടുള്ള ശ്രമത്തിലാണ്. നല്ല വെതർ ഇന്ന്. ഞാൻ ചെറിയൊരു ജമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല വെതർ, ഒട്ടും കാറ്റില്ല. പിന്നെ സൂര്യനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ ഈ സൈഡിലെ ഗാർഡനൊക്കെ നോക്കി ലാവൻഡറിൻ്റെ പൂവുണ്ടായതൊക്കെ കഴിഞ്ഞു. പക്ഷെ ചെടി എവർഗ്രീനാണ് കേട്ടോ, അതുകൊണ്ട് അത് പോവില്ല. ഈ ചെടീനെയൊക്കെ ഒന്ന് വെട്ടിക്കളയണം. അത് ഭയങ്കരമായിട്ട് പടർന്ന് കാട് പോലെയായി. ഇവിടെയൊക്കെ കാട് പോലെയാണ് കിടക്കുന്നത്. ഇതൊരു മഞ്ഞപ്പൂവ് ഉണ്ടാവുന്ന ചെടിയാണ്. അതിൻ്റെ ആ മഞ്ഞപ്പൂവ് ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗം കാണാൻ നല്ല രസമായിട്ട്, നല്ല പഞ്ഞി പോലെ ഇരിക്കും തൊട്ട് നോക്കി കഴിഞ്ഞാൽ. അതും ഇവിടെ കംപ്ലീറ്റ് പടർന്ന് കിടക്കുകയാണ്. അപ്പം അത് ഒന്ന് ടൈഡിയപ്പ് ചെയ്യണം. പിന്നെ ഇതെന്ത് സാധനം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. ഇത് നമ്മുടെ വാഴേനെ ഞങ്ങൾ ഫ്ലീസ് ഇട്ട് കെട്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇടാട്ടെ അതിൻ്റെ കൂടെ. ഇതുപോലത്തെ ഫ്ലീസ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ഇങ്ങനെ റോളുകളായിട്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ വാഴേനെ പൊതപ്പിക്കാൻ പോകുന്നത്. കൈയൊക്കെ തണുത്ത് മരവിച്ചു കേട്ടാ, ചുമന്നു ഇറങ്ങി. അങ്ങനെ നമ്മുടെ വാഴേനെ നമ്മൾ ഭദ്രമായി ഫ്ലീസിലിട്ടിട്ട് മൂടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ വർഷവും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യണേ. ഇന്ന് കുഴപ്പമൊന്നും പറ്റാറില്ല. ഇനി സ്പ്രിങ് ആകുമ്പോൾ ഇതിന് തുറന്നു വിടും. ഇവിടെ കിളികൾക്കുള്ള ഫുഡൊക്കെ ഇവിടെ ലോണിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാവം കിളികളുടെ കാര്യമാണ് കഷ്ടം. ഇത്രയും തണുപ്പൊക്കെ വരുമ്പോഴേ അവർക്ക് ഫുഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അവർക്ക് കുറച്ച് ലോണിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ബേർഡ് ഫീഡറിനകത്ത്. അവരുടെ വെള്ളമൊക്കെ ഐസായിട്ടുണ്ട്. ലില്ലിയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്നുണ്ട്, പിടിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ പെയിൻറ് ചെയ്തതാണ് ഈ ഗാർഡൻ ബെഞ്ച്. അവളുടെ പെയിൻറ് കുറേയൊക്കെ വലിച്ചു പോയിട്ടുണ്ട് മഴയത്ത്. എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടാ. ലാവൻഡർ ഇതാ ഒരു ജാപ്പനീസ് മേപ്പിൾ ട്രീ ആണ്. ഓർക്കേണ്ട നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇതിന് മുകളിൽ ഉണ്ടാവുക. പക്ഷെ ഇപ്പോൾ ഒറ്റ ഇലയില്ല, കംപ്ലീറ്റ് മരം കാലിയായിട്ട് നിൽക്കുകയാണ്. വെജിറ്റബിൾ പാച്ചിൻ്റെ സ്ഥിതി. ഈ ബീൻസൊക്കെ ഇത്രയും ദിവസം അങ്ങനെ പച്ച കളറായിട്ട് നിൽക്കുന്നതായിരുന്നു. ഇപ്പോഴാണ് അതിങ്ങനെ കരിഞ്ഞ് ഉണങ്ങിപ്പോയേ. അപ്പം അതിനെയൊക്കെ ഒന്ന് പറിച്ച് കളയണം. അപ്പം ഇതിൽ ചീത്തയാവാതെ നിൽക്കണത് ഈ ഗ്രീൻ സ്പിനച്ചാണ്, പച്ചച്ചീര. അത് വിൻ്ററിൽ പിടിച്ച് നിന്നു. നമ്മുടെ ബീട്രൂട്ട്, ക്യാരറ്റൊക്കെ നിൽക്കുന്നുണ്ട്. ക്യാരറ്റൊക്കെ ഒന്ന് പറിച്ചു നോക്കണം എന്താണ് അതിൻ്റെ സ്ഥിതിന്ന്. ഞാൻ ഇത്ര ദിവസമായിട്ട് ഇവിടേക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് പറിക്കാണ്ട് വെച്ചേക്കായിരുന്നു. ഇത് സ്പ്രിങ് അണിയനാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഇതേ പൂവും വരുന്നുണ്ട്. മുകളിൽ നല്ല രസമായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച സ്പ്രിങ് അണിയനാണ്. അത് വെറുതെ ഒരു ഗ്ലാസ്സിലിട്ട് വേര് വന്നപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കുത്തി വെച്ചതാണ്. അതുപോലെ ഇത് ഷലോട്ട്സ് ആണ്. അതും അണിയൻ വർഗ്ഗങ്ങളെല്ലാം വിൻ്ററിൽ നിൽക്കും കുഴപ്പമില്ലാതെ. ചീര ഇതൊക്കെ പറിച്ച് കളയണം. ഇനി ഞാൻ കുറേ വിത്തൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചു.
ഈ ഭാഗം ഞാൻ തണുപ്പ് തുടങ്ങണതിൻ്റെ മുമ്പ് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഷറ്റും അതൊക്കെ നിൽക്കണ്ടായിരുന്നു. പിന്നെ ഈ ബോർഡറിലൊക്കെ വെച്ചിരിക്കുന്ന കുറേ ചെടികൾ എവർഗ്രീനാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചീത്തയായി പോവില്ല. പിന്നെ പെരീനിയൽസ് ഉണ്ട് കുറച്ച്. അപ്പോൾ അതുകൊണ്ട് അത് സ്പ്രിങ് ആവുമ്പോൾ മുളച്ച് വരും. അപ്പോൾ അതുകൊണ്ട് ബോർഡറിൽ എനിക്ക് അധികം മെയിൻ്റനൻസ്, ഉണങ്ങിപ്പോയതൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇതിവിടെ കണ്ട അറ്റത്ത് നിൽക്കുന്നത് ഒരു ക്യാബേജാണ് കേട്ടോ. എൻ്റെ മുകളിലൊന്നും ഉണ്ടായില്ല, പക്ഷെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും എന്താവും നോക്കാം നമുക്ക്. വിൻ്റർ ആയതുകൊണ്ടാന്ന് തോന്നുന്നു അധികം പുഴുശല്യം അങ്ങനെയൊന്നും കാണാനില്ല. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. ബീട്രൂട്ടും ഞാൻ ദേ പറിക്കാണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പറിച്ച് നോക്കണം എന്താ ഈ സ്ഥിതികൾ എന്നുള്ളത്. ഇതിനകത്ത് ഈ ക്യാബേജും കുറച്ച് ബീട്രൂട്ടും മാത്രമേ ഈ പാച്ചിൽ ബാക്കിയുള്ളൂ. ഇവിടെയും ഒരു ക്യാബേജിൻ്റെ ചെടി നിൽക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ചീരയായിരുന്നു ഈ സൈഡിൽ മുഴുവനെ. ചീര വളർന്ന് നിൽക്കുന്നതുകൊണ്ട് ക്യാബേജ് അതിൻ്റെ അടിയിൽ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കുറച്ച് ബീട്രൂട്ട്, ക്യാരറ്റൊക്കെ എന്തായി ആവോ, അടിയിൽ വലുതുണ്ടാണ്. ബേബി ക്യാരറ്റ്സ് ആയിരുന്നു ഇത്. നോക്കണം, പറിച്ച് നോക്കണം അടിയിൽ വലുതുണ്ടോയെന്ന്. ബീൻസൊക്കെ ഉണങ്ങിപ്പോയി. ഓ, എൻ്റെ മല്ലിയില കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് പോയിട്ടില്ല കേട്ടാ. വിൻ്ററിൽ നിൽക്കുന്നുണ്ട് സംഭവം. അപ്പം എന്തായാലും മല്ലിയില ഞാൻ പറിച്ച് കളയില്ല, അവിടെ നിൽക്കട്ടെ. കുറച്ച് പച്ച കളർ ഉണ്ടല്ലോ, അത് ഗ്രീൻ സ്പിനച്ചാണ് ആ നിൽക്കുന്നത്. ഇവിടെ കുറച്ച് ഉള്ളിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി തോന്നുന്നുണ്ട് കാണാനില്ല. അതെ, അവിടെ ഒരു കോളിഫ്ലവർ, കുഞ്ഞു കോളിഫ്ലവർ ഉണ്ടായി ചീത്തയായി പോയി. ഞാൻ അറിഞ്ഞില്ല. ഇതേ ഒരു കുഞ്ഞു കോളിഫ്ലവർ, പക്ഷെ സംഭവം ചീത്തയായിപ്പോയി. പിന്നെ അവിടെ അത് ചീര, ഇത് സ്പ്രൗട്ടിങ് ബ്രോക്കലി, അത് ഉണ്ടായി വരുന്നുണ്ട്. അത് ഈ സമയത്താണ് ഇത് ഉണ്ടാവുക. അപ്പം അതിൻ്റെ ഉള്ളിൽ കണ്ട പർപ്പിൾ കളറിൽ ഇതിന് കുറച്ചും കൂടി നന്നായി കാണാം. ഇത് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നല്ല ഹെൽത്തി ആയിട്ട് ഈ ചെടികൾ നിൽക്കുന്നുണ്ട്, ബ്രോക്കലിയുടെ. അപ്പം ഞാനിനി എൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്ക് കടക്കുകയാണ്. ബീൻസിൻ്റെയൊക്കെ വേര് പോയിക്കണൊക്കെ, ചിലതൊക്കെ നല്ല നീളത്തിലാണ് പോയിക്കണ. കൈയൊക്കെ തണുത്ത് മരവിച്ചു തുടങ്ങി. ഗ്ലൗസ് ഇടേണ്ടി വരുന്നുണ്ട്. ഇതിന്റെ വേര് പോയിക്കണൊക്കെ. എൻ്റെ ദൈവമേ, ക്ഷീണിച്ചു പോയി. എൻ്റെ ഗ്രീൻ ടീ നിറഞ്ഞു കേട്ടോ.
അതിന്റെ പുതിയ ചെടി ഇവിടെ താഴെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലം പൂവുണ്ടായ പോയ കൊമ്പ് ഉണങ്ങും. അപ്പൊ അത് ഇങ്ങനെ ഒന്നുപോലെ പറിച്ച് കളയാ, അതല്ലെങ്കിൽ ഒഴിച്ചെടുക്കാം. അത് ഞാൻ സാധാരണ ചെയ്യാറ്. ഒക്കെ ഒന്ന് റേക്ക് ചെയ്ത് ഉണങ്ങിയ ഇലയൊക്കെ കളഞ്ഞ് ലൈവായിട്ട് നിൽക്കുന്ന ചെടികളിന് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറിച്ച് കളഞ്ഞിട്ടില്ല. ഉണങ്ങിപ്പോയതും ചീഞ്ഞു പോയതൊക്കെ പറിച്ച് കളഞ്ഞു. കുറച്ച് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് സ്പ്രിംഗ് അണിയൻ, അതുപോലെ മല്ലിയില നിൽക്കണം. എനിക്കത് ഭയങ്കര അതിശയമായിപ്പോയി. മല്ലിയില ഈ തണുപ്പ് സർവൈവ് ചെയ്തത്. പിന്നെ ഗ്രീൻ സ്പിനിച്ച് അതാണ് പിന്നെ കാര്യമായിട്ട് നിൽക്കുന്നത്. ബ്രസൽസ് സ്പ്രൗട്ട്. അനിൽ എന്തായാലും ഇതൊന്ന് രക്ഷപ്പെട്ടു വിട്ടാ ഗാർഡൻ പണിന്ന്. അനിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ടേ പണി മുഴുവൻ ഞാനെടുത്തു. അനിൽ സുഖമായിട്ട് അവിടെ നിൽക്കാണ് അല്ലേ? ആ നോക്കി ഇവിടെ ഡാഫഡിൽസ് ഒക്കെ വന്നു തുടങ്ങി. കണ്ടോ ഡാഫഡിൽസിന്റെ ഇത് ചെറുത് വന്നു തുടങ്ങി. സ്പ്രിങ് വരുന്നുണ്ടല്ലോ. അല്ലേ അമ്മു? ഇവിടെ ഒരിക്കലും ഞങ്ങൾ റോസിന്റെ കമ്പ് കുത്തിയിട്ട് അത് പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അനിൽ എന്നും കൊണ്ട് ഈ കമ്പ് കുത്തും, പക്ഷെ പൊടിക്കാറില്ല. പക്ഷെ ഇത് നോക്കിയേ, ഇതിപ്പോ ഈ തണുപ്പത്ത് പൊടിച്ചു വന്നിട്ടുണ്ട് ഈ കമ്പ്. എന്ത് റോസാന്ന് ഓർമ്മയില്ല, എന്തായാലും ഉണ്ടായിട്ടുണ്ട് സംഭവം. കയ്യിൽ മുള്ളുത്തി അതിൻ്റെ ഒരു ഉണങ്ങിയ മുള്ളുണ്ടായിരുന്നു. റോസുമ്മയൊക്കെ പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഒരു വിധമൊക്കെ ഈ സൈഡ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, എൻ്റെ കാലും കൈയൊക്കെ മരവിച്ചു തണുത്തിട്ട്. അപ്പം ഇനി അകത്ത് കയറി വേറൊരു ദിവസം നമുക്ക് ബാക്കി പണികൾ ചെയ്യാം. പുറത്ത് ആദ്യം ഇറങ്ങിയപ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ സോക്സ് ഷൂസും ഒന്നും ഇടാണ്ടി ഇറങ്ങിയതേ. ഇപ്പം എൻ്റെ കാല് മരവിച്ച് എനിക്ക് ഫീൽ ചെയ്യാത്ത തരത്തിലേ. ഇപ്പം ഞാൻ അകത്ത് കയറി